ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിഫ്റ്റൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പക്കവടയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പക്കവടയാണിത്. അപ്പം നമ്മൾ പുതിയ രീതിയിലാണത് റെഡിയാക്കുന്നത്. അപ്പം നമുക്കിത് എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് കണ്ടു നോക്കാം. നമുക്ക് നോമ്പൊക്കെ തുറക്കുമ്പോൾ സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റിയതാണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ എല്ലില്ലാത്ത പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലില്ല പീസ് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എല്ലില്ലാത്ത പീസാണിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അത് നല്ലതുപോലെ കഴുകി എടുത്തിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ഇനി നമുക്ക് കുക്കർ എടുത്തിട്ട് കുക്കറിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു കാൽ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു വിസിൽ വരുന്നത് വരെ ഇത് നമുക്ക് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമുക്ക് ഗ്യാസിലേക്ക് മാറ്റാം. ഇനി നമുക്കിതുപോലെ ഒരു ബൗളെടുത്തിട്ട് നമ്മളിതുപോലെ 3 സ്പൂണ് കടലമാവാണ് എടുക്കുന്നത്. നമുക്കിതുപോലൊരു 3 സ്പൂണ് കടലമാവ് എടുക്കാം. അപ്പോൾ നമ്മൾ 3 സ്പൂണ് കടലമാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 സ്പൂണ് കടലമാവിലേക്ക് 1 സ്പൂണ് അരിപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കടലമാവ് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ 1 സ്പൂണാണ് നമ്മൾ അരിപ്പൊടി എടുക്കേണ്ടത്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ്. ഇത് ഞാൻ ചോപ്പറിൽ കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി ചെറിയ കഷ്ണമാക്കിയിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇനി നമുക്കിത് നമ്മുടെ കടലമാവിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ വെള്ളം ചേർക്കുന്നില്ല. അതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കന് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോപ്പറിൽ നമ്മൾ ഒന്ന് ചോപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ ചിക്കന് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത് പുതിയ രീതിയിലുള്ള പക്കവടയാണ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ചിക്കന് ഇതുപോലെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചോപ്പറിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ പിച്ചി എടുത്താലും മതി. കണ്ടില്ലേ, ഇപ്പോൾ ചോപ്പറിൽ 1-2 വലി വലിച്ചാൽ ഇതുപോലെ കിട്ടും. നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോപ്പർ ഇല്ലാത്തപോലെ കൈ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് നമ്മുടെ മാവിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ചിക്കനും കൂടെ ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് നമ്മുടെ ആ മാവിൽ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ വെള്ളം ചേർക്കുന്നത് ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ള കുറച്ച് വെള്ളമാണ്. അപ്പോൾ നമുക്ക് പച്ചവെള്ളം വെച്ചിട്ടും കുഴച്ചെടുക്കാം, അത് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ചിക്കൻ വേവിച്ചതിൽ വെള്ളം ഉണ്ടായപ്പോൾ അതന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. നമുക്കത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം. ആ ചിക്കൻ്റെ വെള്ളം തന്നെ ചേർക്കണം എന്ന് നിർബന്ധമില്ല. അത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനത് ഉണ്ടായപ്പോൾ ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കത് കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ഇതുപോലെ കൈ വെച്ചിട്ട് ഇതിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് റെഡിയാക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചെടുത്ത് ഒന്നും കൂടെ ലൂസാക്കിയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം, അത് കുഴപ്പമില്ല. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. എന്നിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതുപോലെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട്
ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയിലാണത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമ്മുടെ മാവ് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ നമ്മുടെ മാവ് വെച്ചിട്ട് 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഷേപ്പിലാണത് ചുട്ടെടുക്കുന്നത്. പിന്നെ നമുക്കിതുപോലെ ഓരോന്ന് റെഡിയാക്കിയിട്ട് നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പം നമ്മൾ തീയൊരു മീഡിയത്തിലിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞിട്ട് പോവും, ഉള്ളു വെന്തിട്ട് വരില്ല. അപ്പം നമ്മൾ തീയൊരു മീഡിയത്തിലിട്ട് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പം നമുക്ക് ഈ സ്നാക്സ് നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിതുപോലെ മുഴുവനായിട്ടും ഇതുപോലെ ചെയ്തെടുത്തിട്ട് നമുക്കങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നോമ്പൊക്കെ തുറക്കുമ്പോൾ നമുക്ക് ഒരു സ്നാക്സായിട്ട് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുത്തതെല്ലാം നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു പപ്പടക്കോല എടുത്തിട്ട് ഇതിലിങ്ങനെ ഇതിൽ നിന്നാണ് ഞാൻ മാറ്റിയെടുക്കുന്നത്. എന്നാൽ നമുക്ക് ആ ബാക്കിയുള്ള എണ്ണ അതിലേക്ക് തന്നെ മാറ്റിയെടുക്കുകയും ചെയ്യാം. അപ്പം ഇങ്ങനെ ചെയ്യണം എന്നൊരു നിർബന്ധമല്ല, ഞാനിപ്പോൾ ഇതിൽ ഇങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഒരു സ്റ്റെപ്പും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതുപോലെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ കുറച്ച് ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പം ഞാനിപ്പോൾ 2 രീതിയിലാണിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് മുഴുവനായിട്ടും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മുഴുവനായിട്ടും മാവ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. പകുതി മാവിലെ ഞാനിപ്പോൾ നമ്മുടെ പക്കോട റെഡിയാക്കുന്നുള്ളൂ. പകുതി മാവ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേന്നൊക്കെ ചുട്ടെടുക്കാം, അതൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പകുതി മാവിലേ ഇത് റെഡിയാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതും കൂടെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതും നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മൾ മുഴുവനായിട്ടും പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. ഓക്കേ.